ഹായ് ഗൈസ്, ഞാൻ സുബിൻ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്ക് ടെക്നിക്കൽ മേഖലയെപ്പറ്റി പലതരത്തിലുള്ള ഈ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, ഒരു കമ്പനിയിൽ, റെപ്യൂട്ടഡ് ആയ ഒരു കമ്പനിയിൽ ഡെവലപ്പറായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറായിട്ടോ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകട്ടെ, മറ്റേതെങ്കിലും മേഖലയിൽ ഇലക്ട്രിക്കലാകട്ടെ, ഇലക്ട്രോണിക്സ് ആകട്ടെ, ആ മേഖലയിലെല്ലാം ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് BTechോ BAയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഒക്കെ ആവശ്യമാണെന്ന് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചേക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ, ഞാനൊരു MNCയിൽ ഇതുപോലെ ഡിസൈനറായിട്ട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ എനിക്കോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കും തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ MCAയോ യാതൊന്നും തന്നെ ഇല്ല. ചിലർ +2 ക്വാളിഫൈഡ് ആണ്, ചിലർ IT ക്വാളിഫൈഡ് ആണ്, ചിലർ ഡിപ്ലോമ ക്വാളിഫൈഡ് ആണ്. അപ്പം അങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ IT കമ്പനികളാകട്ടെ, ഇനി വരുന്ന കമ്പനികളാകട്ടെ, അവരാരും തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ കാണുന്നില്ല. പകരം അവർ കാണുന്നത് എത്രത്തോളം സ്കിൽഡ് ആണെന്ന് അവർ നോക്കുന്നുണ്ട്. നമ്മളിനി നമ്മൾ പഠിച്ചിറങ്ങിയാലും പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മേഖലയോട്, അതായത് ഇതിലൊരു തൊഴിലായിട്ട് മാത്രം കാണാതെ നമ്മൾ ആ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള താല്പര്യം കൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ടെക്നോളജി മാറുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ കമ്പനികളുടെ ഒരു നില എന്ന് വെച്ചാൽ, +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ആണെങ്കിൽ പോലും അയാൾക്ക് ഈ കമ്പനി, ഈ IT മേഖലയുമായിട്ടാകട്ടെ, ടെക്നിക്കൽ മേഖലയുമായിട്ടാകട്ടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ടും പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ജോലിക്ക് എടുക്കാനായിട്ട് അവർ സന്നദ്ധരാണ്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത്, പരമ്പരാഗതമായിട്ട് വരുന്ന ടെക്നിക്കലായിട്ടുള്ള സംവിധാനമുണ്ട്. അതായത് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ ഒരാൾ എഞ്ചിനീയറായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പറായിട്ട് അല്ലെങ്കിൽ ഡിസൈനിങ് രംഗത്ത് പ്രവർത്തിക്കുന്നു. ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾ സൂപ്പർവൈസറായിട്ട് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് പ്രവർത്തിക്കുന്നു. IT ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ടെക്നീഷ്യനായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ട്രഡീഷണലായിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറിലാണ് വിദ്യാഭ്യാസ രീതി പോലും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് വരുമ്പോൾ കാണുന്ന മറ്റൊന്നാണ്. ഇപ്പോൾ IT മേഖലയിലാകട്ടെ ടെക്നീഷ്യൻസ് എന്ന ഒരു സംവിധാനവും ഇല്ല, അതിനോടൊപ്പം തന്നെ സൂപ്പർവൈസർ എന്ന സംവിധാനവും ഇല്ല. എല്ലാവരും ഡിസൈനിങ് രംഗത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ IT സപ്പോർട്ട് രംഗത്ത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ IT മേഖല മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇതര മേഖലകളിലാകട്ടെ ഓട്ടോമേഷൻസ് വരുന്നു, അതുപോലെ തന്നെ 3D പ്രിൻറ്റിങ് വരുന്നു, റോബോട്ടിക്സ് വരുന്നു. അപ്പോൾ ഇതെല്ലാം സൂപ്പർവൈസർ എന്ന വിഭാഗത്തെയും ടെക്നീഷ്യൻ എന്ന വിഭാഗത്തെയും പരിപൂർണമായും ഒഴിവാക്കുകയാണ്. അപ്പം ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് 3D പ്രിൻറ്റിങ് വരുന്നു. ഇപ്പോൾ ഒരു സൈറ്റ് വന്നു കഴിഞ്ഞാൽ സൈറ്റിൽ സൂപ്പർവൈസറുണ്ട്, സൈറ്റ് എഞ്ചിനീയറുണ്ട്, ഇവരുടെ കീഴിലെല്ലാം ഒരുപാട് വർക്കേഴ്സും ഉണ്ട്, മേശിരി, കയ്യാൾ, അങ്ങനെ വർക്കേഴ്സും ഉണ്ട്. എന്നാൽ 3D പ്രിൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മേശിരിയും ഇല്ല, കയ്യാളും ഇല്ല, അതിനോടൊപ്പം തന്നെ സൈറ്റ് സൂപ്പർവൈസറും ഇല്ല, സൈറ്റ് എഞ്ചിനീയറും ഇല്ല. ഒരു 6 മാസത്തോളം ഒരു 2 നില വീട് വയ്ക്കാനായിട്ട് എടുക്കുമെങ്കിൽ 3D പ്രിൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ അത് 2 ആഴ്ചയ്ക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാമാന്യം വലുപ്പമുള്ളൊരു 2 നില വീടിൻ്റെ പണി തീരും. അപ്പോൾ 6 മാസത്തെ ഒരു സൈറ്റ് എഞ്ചിനീയറിൻ്റെയും സൈറ്റ് സൂപ്പർവൈസറിൻ്റെയും ജോലി ഇവിടെ 2 ആഴ്ചയായിട്ട് ചുരുങ്ങുകയാണ്. അപ്പോൾ അത്രത്തോളം കുറച്ച് സൂപ്പർവൈസർമാരുടെയും അതുപോലെ ടെക്നീഷ്യന്മാരുടെയും ആവശ്യമേ ഇനിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഡിസൈനിങ് രംഗത്ത് വർക്ക് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഡിസൈനിങ് രംഗത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ, അത് എപ്പോഴും ഇങ്ങനെ ടെക്നോളജി അപ്ഡേറ്റായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ചില ഫണ്ടമെൻ്റലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം മാറ്റമില്ല. അപ്പോൾ ആ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉയർന്ന തരത്തിലുള്ള കാര്യങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ബേസ് തന്നെയാണ്. അപ്പോൾ ആ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആദ്യഘട്ടങ്ങളിൽ ഈ ചാനലിലൂടെ നിന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതിനനുസരിച്ച് എങ്ങനെ നമ്മൾ തൊഴിലവസരങ്ങൾ ഉണ്ടാകും,
അതനുസരിച്ച് നമ്മളെങ്ങനെ ബിസിനസ് ഈ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് സാധ്യതയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെങ്ങനെ ജീവിക്കണം, എന്തെല്ലാം സ്ട്രാറ്റജീസ് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എൻ്റെ എഡ്യൂ റോബോസ് എന്ന് പറഞ്ഞ ചാനലിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോസ് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഗൈസ്, ഐ ആം സുബിൻ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്ക് ടെക്നിക്കൽ മേഖലയെപ്പറ്റി പലതരത്തിലുള്ള ഈ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, ഒരു കമ്പനിയിൽ, റെപ്യൂട്ടഡ് ആയ ഒരു കമ്പനിയിൽ ഡെവലപ്പറായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറായിട്ടോ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകട്ടെ, മറ്റേതെങ്കിലും മേഖലയിൽ ഇലക്ട്രിക്കലാകട്ടെ ഇലക്ട്രോണിക്സ് ആകട്ടെ, ആ മേഖലയിലെല്ലാം ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് BTechോ BAയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഒക്കെ ആവശ്യമാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ, ഞാനൊരു MNCയിൽ ഇതുപോലെ ഡിസൈനറായിട്ട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്തു. ഇപ്പം എനിക്കോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കും തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ MCAയോ യാതൊന്നും തന്നെ ഇല്ല. ചിലർ +2 ക്വാളിഫൈഡ് ആണ്, ചിലർ ITI ക്വാളിഫൈഡ് ആണ്, ചിലർ ഡിപ്ലോമ ക്വാളിഫൈഡ് ആണ്. അപ്പം അങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ IT കമ്പനികളാകട്ടെ ഇനി വരുന്ന കമ്പനികളാകട്ടെ, അവരാരും തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതിനൊരു ക്രൈറ്റീരിയ കാണുന്നില്ല. പകരം അവർ കാണുന്നത് എത്രത്തോളം സ്കിൽഡ് ആണെന്ന് അവർ നോക്കുന്നുണ്ട്. നമ്മളിനി നമ്മൾ പഠിച്ചിറങ്ങിയാലും പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മേഖലയോട്, അതായത് ഇതിലൊരു തൊഴിലായിട്ട് മാത്രം കാണാതെ നമ്മൾ ആ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള താല്പര്യം കൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ടെക്നോളജി മാറുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ കമ്പനികളുടെ ഒരു നില എന്ന് വെച്ചാൽ, +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് ഈ കമ്പനി, ഈ IT മേഖലയുമായിട്ടാകട്ടെ ടെക്നിക്കൽ മേഖലയുമായിട്ടാകട്ടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ടും പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ജോലിക്ക് എടുക്കാനായിട്ട് അവർ സന്നദ്ധരാണ്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത്, പരമ്പരാഗതമായിട്ട് വരുന്ന ടെക്നിക്കലായിട്ടുള്ള സംവിധാനമുണ്ട്. അതായത് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ ഒരാൾ എഞ്ചിനീയറായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പറായിട്ട് അല്ലെങ്കിൽ ഡിസൈനിങ് രംഗത്ത് പ്രവർത്തിക്കുന്നു. ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾ സൂപ്പർവൈസറായിട്ട് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് പ്രവർത്തിക്കുന്നു. ITI ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ടെക്നീഷ്യനായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ട്രഡീഷണലായിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറിലാണ് വിദ്യാഭ്യാസ രീതി പോലും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് വരുമ്പോൾ കാണുന്ന മറ്റൊന്നാണ്. അപ്പോൾ IT മേഖലയിലാകട്ടെ ടെക്നീഷ്യൻസ് എന്ന ഒരു സംവിധാനവും ഇല്ല, അതിനോടൊപ്പം തന്നെ സൂപ്പർവൈസർ എന്ന സംവിധാനവും ഇല്ല. എല്ലാവരും ഡിസൈനിങ് രംഗത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ IT സപ്പോർട്ട് രംഗത്ത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ IT മേഖല മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതര മേഖലകളിലാകട്ടെ ഓട്ടോമേഷൻസ് വരുന്നു, അതുപോലെ തന്നെ 3D പ്രിൻറ്റിങ് വരുന്നു, റോബോട്ടിക്സ് വരുന്നു. അപ്പോൾ ഇതെല്ലാം സൂപ്പർവൈസർ എന്ന വിഭാഗത്തെയും ടെക്നീഷ്യൻ എന്ന വിഭാഗത്തെയും പരിപൂർണമായും ഒഴിവാക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് 3D പ്രിൻറ്റിങ് വരുന്നു. ഇപ്പോൾ ഒരു സൈറ്റ് വന്നു കഴിഞ്ഞാൽ സൈറ്റിൽ സൂപ്പർവൈസറുണ്ട്, സൈറ്റ് എഞ്ചിനീയറുണ്ട്, ഇവരുടെ കീഴിലെല്ലാം ഒരുപാട് വർക്കേഴ്സും ഉണ്ട്, മേശിരി, കയ്യാൾ, അങ്ങനെ വർക്കേഴ്സും ഉണ്ട്. എന്നാൽ 3D പ്രിൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മേശിരിയും ഇല്ല, കയ്യാളും ഇല്ല, അതിനോടൊപ്പം തന്നെ സൈറ്റ് സൂപ്പർവൈസറും ഇല്ല, സൈറ്റ് എഞ്ചിനീയറും ഇല്ല. ഒരു 6 മാസത്തോളം ഒരു 2 നില വീട് വയ്ക്കാനായിട്ട് എടുക്കുമെങ്കിൽ 3D പ്രിൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ അത് 2 ആഴ്ചയ്ക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാമാന്യം വലുപ്പമുള്ളൊരു 2 നില വീടിൻ്റെ പണി തീരും. അപ്പോൾ 6 മാസത്തെ ഒരു സൈറ്റ് എഞ്ചിനീയറിൻ്റെയും സൈറ്റ് സൂപ്പർവൈസറിൻ്റെയും ജോലി ഇവിടെ 2 ആഴ്ചയായിട്ട് ചുരുങ്ങുകയാണ്. അപ്പോൾ അത്രത്തോളം കുറച്ച് സൂപ്പർവൈസർമാരുടെയും അതുപോലെ ടെക്നീഷ്യന്മാരുടെയും ആവശ്യമേ ഇനിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഡിസൈനിങ് രംഗത്ത് വർക്ക് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഡിസൈനിങ് രംഗത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് എപ്പോഴും ഇങ്ങനെ ടെക്നോളജി അപ്ഡേറ്റ് ആയി പൊയ്ക്കൊണ്ടേയിരിക്കും.
അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ചില ഫണ്ടമെൻ്റലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം മാറ്റമില്ല. അപ്പോൾ ആ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉയർന്ന തരത്തിലുള്ള കാര്യങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ബേസ് തന്നെയാണ്. അപ്പോൾ ആ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആദ്യഘട്ടങ്ങളിൽ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതിനനുസരിച്ച് എങ്ങനെ നമ്മൾ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ ബിസിനസ് ഈ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് സാധ്യതയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെങ്ങനെ ജീവിക്കണം, എന്തെല്ലാം സ്ട്രാറ്റജീസ് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എൻ്റെ എഡ്യൂ റോബോസ് എന്ന് പറയുന്ന ചാനലിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോസ് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.